ഇവിടെ നിജേഷ്, ശ്രീ സജീവൻ്റെ നിരീക്ഷണം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് നവകേരളം എന്നുള്ളത് പ്രളയകാലം മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ രൂപപ്പെട്ടു വന്നൊരു ആശയമാണ്. ഒരു മഹാപ്രളയത്തിൽപ്പെട്ട നാട് അതിൻ്റെ ഒരു പാടുപോലും ഇല്ലാത്ത വിധം ആധുനികതയിലേക്ക്, മികച്ച നിലയിലേക്ക് രൂപപ്പെട്ടു വരുന്നത് നമ്മളെല്ലാവരും ആഹ്ലാദിക്കേണ്ടവരും അഭിമാനിക്കേണ്ടവരുമാണ്. അതൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അതിനിടയിൽ ഈ ഫയലുകളുമായി ഒരു ദിവസം പൊടുന്നനെ വേണ്ടിയിട്ട് 140 നിയോജക മണ്ഡലങ്ങളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചതല്ല എന്നത് സൂചിപ്പിച്ചുകൊണ്ട് അരുൺ ഇവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് ഫയലുകൾ തീർപ്പാക്കുന്നതിലുള്ള വിവിധ തലങ്ങളിൽ എടുത്തിട്ടുള്ള നടപടികളുടെ തുടർച്ചയിൽ സംഭവിച്ച ഒരു പ്രക്രിയ, അതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഓരോ വർഷവും മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു സർക്കാർ എടുക്കുന്ന തീരുമാനം തന്നെ നല്ല റിസ്ക് ഉള്ളതാണെന്നേ. കാരണം ജനങ്ങളുടെ അതൃപ്തി, പകുതി ദൂരം പിന്നിട്ടൊരു സർക്കാരാണ്, അതൃപ്തി എങ്ങനെയുണ്ടാകുമെന്ന് അറിയാൻ കഴിയില്ല. പല നിലയ്ക്കും ഇവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, അതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും അഭിപ്രായങ്ങളുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, എല്ലാം തികഞ്ഞവരല്ല, വിമർശനങ്ങൾക്ക് പാത്രമാകേണ്ടവർ തന്നെയാണ് ഭരണാധികാരികൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, വിമർശനങ്ങൾ പറയുക, അത് കേട്ടുകൊണ്ട് തിരുത്തൽ കൂടി വരുത്താനാണ് എന്നാണ് പ്രഭാതയോഗങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതതിൻ്റെ ഒരു ഭാഗം. മറുഭാഗത്ത് ഇത് കേരളത്തിൻ്റെ ഒരു പൊതുപ്രശ്നം എന്ന നിലയിൽ LDF അവതരിപ്പിക്കുമ്പോൾ ഈ യാത്രയോട് പ്രതിഷേധിച്ചപ്പോൾ ഉണ്ടായ തിക്താനുഭവങ്ങളെ ഒരു രാഷ്ട്രീയ വിഷയവും രാഷ്ട്രീയ എതിർപ്പും മാത്രമായി, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിർപ്പാണ് UDF ഇക്കാര്യത്തിലുള്ളത്. പൊതുപ്രശ്നങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തുകയും രാഷ്ട്രീയ എതിർപ്പും രാഷ്ട്രീയ വിമർശനം മാത്രമായി പരിമിതപ്പെടുകയും ചെയ്യുന്നത് പ്രതിപക്ഷത്താണെങ്കിൽ പോലും ഒരു മുന്നണിക്ക് ഗുണകരമാണോ, നല്ലതാണോ? ഒന്ന്, നേരത്തെ ശ്രീ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾ, ടി എൻ പ്രതാപനോ കൊടിക്കുന്നിൽ സുരേഷോ മല്ലികാർജുന ഖാർഗെയോ ലോക്സഭയ്ക്കകത്തോ അല്ലാതെയോ ചില വിഷയങ്ങൾ അവതരിപ്പിച്ചതിനെയും നവകേരള സദസ്സിനെയും യാത്രയും തമ്മിൽ ദയവ് ചെയ്ത് ബന്ധപ്പെടുത്തരുത് അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസ് കാലാകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നയങ്ങളുടെ ബാക്കി പത്രം മാത്രമാണ്. ഞങ്ങൾക്കിവിടെ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ നരേന്ദ്രമോദി നിലപാടെടുത്താൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല, അത് ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല. അത് തെറ്റ് തന്നെയാണ്, അതിലെന്താ സംശയമുള്ളത്? അപ്പോൾ പിന്നെ ശ്രീ സജീവൻ പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് 100% യോജിപ്പാണ്. കാരണം CPM-ഉം ഇടതുമുന്നണിയല്ല, CPM ഇലക്ഷന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി സർക്കാരിൻ്റെ ചെലവിൽ, സാധാരണക്കാരൻ്റെ ചെലവിൽ, പാവപ്പെട്ടവൻ്റെ പണം പിരിച്ച് ഒരുങ്ങാനുള്ള ഒരു പണിയെടുത്തു. ആ പണി വിജയിച്ചു. അത് ഞങ്ങൾ പറയുന്നതാണല്ലോ. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ റിസൾട്ട്, നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ താലൂക്ക് തല അദാലത്ത് നടത്തി, പ്രിയപ്പെട്ട അരുൺകുമാർ, താലൂക്ക് തല അദാലത്ത് നടത്തി മാറ്റി എഴുതിയ ഒരു നിയമത്തെ പറ്റി, അല്ലെങ്കിൽ ഒരു മുന്നോട്ട് വെച്ച ഒരു വിഷയത്തെ പറ്റി നിങ്ങൾ സംസാരിക്കേ. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കാം, നവകേരളം നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ പൊതിഞ്ഞ് നവകേരളം ഒരു ലഡു ഉണ്ടാക്കി അതിന്റെ മുകളിൽ മധുരം പുരട്ടി നവകേരളമല്ല. എന്ത് മാറ്റമാണ് കേരളത്തിലുണ്ടായത്? ഇടുക്കിയിലെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഭൂപ്രശ്നങ്ങളിൽ നിയമസഭയിൽ വരുത്തിയ മാറ്റം, നിയമസഭയിൽ വന്ന ഭേദഗതി ഏറ്റവും വലുതാണ്. അതുപോലെ ഭൂമി തരംതിരിച്ചുപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യത്തിൽ വന്നിട്ടുള്ള മാറ്റം ഇതിൻ്റെയൊക്കെ തുടർച്ചയിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതടക്കം ഗവർണർ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നേ. അല്ല, എൻ്റെ ചോദ്യം ശരത്ത്, ഈ നവകേരള സദസ്സിന്റെ സ്ലോഗൻ ഞാൻ അക്കാദമിക്കായിട്ടാണ് ചോദിക്കുന്നത്. എന്താണ് നവകേരള സദസ്സുമായി മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ട? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. സജീവൻ മനസ്സിലാക്കിയ എന്താ? ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു ജാഥയ്ക്കുള്ള പ്രിപ്പറേഷൻ ആണ്. അരുൺകുമാർ മനസ്സിലാക്കിയത് എന്താ? നവകേരളം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഞാനും നിജേഷിനെ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് കേട്ടതാണ്. അല്ല നിജേഷ്, നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഒരു സർക്കാർ ആ സർക്കാരിന് പറയാനുള്ളത് ജനങ്ങളോട് വിശദീകരിക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞു എന്ന പ്രധാനപ്പെട്ട നേട്ടമാണ് നവകേരള യാത്രയിലൂടെ ഒരു സർക്കാർ സാധ്യമാക്കിയതെന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ നമ്മുടെ പോലൊരു രാഷ്ട്രീയ സംവിധാനത്തിൽ, പൊതുമണ്ഡലത്തിൽ ആ സർക്കാരിനെ നയിക്കുന്ന മുന്നണി വരുന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് CPM-ൻ്റെ സംഘടനാ സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഏറ്റവും ശക്തമായി ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങാൻ ഒരു ഊർജ്ജം കൈവരിച്ചു. അതതിൻ്റെ രണ്ടാം ഭാഗമാണ്. സർക്കാരിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നിറവേറി എന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. നിജേഷ് അത് ശ്രദ്ധിക്കാതെ പോയതാവാം, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അല്ല, ഞങ്ങൾക്ക് എന്താ ശരത്തയിലൊരു പുതുമയില്ലാത്തത്? ഒന്ന്, കേരളത്തിനകത്ത് മന്ത്രിമാർ മണ്ഡലത്തിൽ പോകുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. ഒന്ന്. രണ്ടാമത്തത്, കേരളത്തിലെ മന്ത്രിമാർ 20 മന്ത്രിമാരും മുഴുവൻ 100 MLA-മാരും MP-മാരും ഒരുമിച്ച് ജനങ്ങളെ കണ്ട ഒരു സന്ദർഭമേ കേരളത്തിലുണ്ടായിട്ടുള്ളൂ. അത് തൃക്കാക്കരയിലാണ്.
തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വീട് വീടാന്തരം മന്ത്രിമാർ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ മന്ത്രിമാരുടെ മുഖം കണ്ട ഒരു കാലമുണ്ടായിരുന്നു. അന്ന് മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പോലെയുള്ള പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. ആ അരുൺകുമാർ വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം അരുൺകുമാർ ആ സ്ഥാനാർത്ഥിത്വത്തിന് അടുത്ത് വരെ എത്തി അവിടെ മുഴുവൻ സമയം ഉണ്ടായ ആളാണ്. ഞാനതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ മന്ത്രിമാർ മുഴുവൻ വീടുകളിലും കയറി ഇറങ്ങിയ തൃക്കാക്കര ഒരു ചെറിയ മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ല, മന്ത്രിമാർ ഇറങ്ങിച്ചെന്ന സ്ഥലമാണല്ലോ, മന്ത്രിമാർ വീട് വീടാന്തരം കയറിയ സ്ഥലമാണല്ലോ, മന്ത്രിമാർ കോർണർ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച സ്ഥലമാണല്ലോ, മന്ത്രിമാരെ ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് കണ്ട സ്ഥലമാണല്ലോ. വാക്ക് വിശ്വസിച്ചിട്ടില്ല. ഇതെന്താണ് ശ്രീ ശരത്ത്? ഒരു മന്ത്രി അല്ലെങ്കിൽ രണ്ട് മന്ത്രി സംസാരിക്കുന്നു, മൂന്നാമത്തെ ആൾ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നു, മുഖ്യമന്ത്രി ചിലയിടങ്ങളിൽ പത്രസമ്മേളനം നടത്തുന്നു, രാവിലെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നു. പ്രഭാത സദസ്സ് ഞാൻ കേട്ടിടത്തോളം നാട്ടിലെ പണക്കാർ, നാട്ടിലെ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായി ഉന്നമനം നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാർ, ഇവരെ കൂട്ടിയിരുത്തുന്നു. അതിനപ്പുറത്തേക്ക് എന്ത് പ്രഭാത സദസ്സിന്റെ പ്രൊഡക്റ്റാണ് ഉണ്ടായത്? ഏത് മേഖലയിലാണ് പ്രൊഡക്റ്റ്? ഞാൻ ഒരു തരത്തിലും വാഗ്വാദത്തിനില്ല. കേരളത്തിന്റെ മാറ്റമുണ്ടാക്കാൻ ആവശ്യ സാമ്പത്തിക നയം, അല്ലെങ്കിൽ കാർഷിക നയം, അല്ലെങ്കിൽ വ്യവസായിക നയം, അല്ലെങ്കിൽ സ്പോർട്സ് നയം, അല്ലെങ്കിൽ ടൂറിസം നയം, ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിലുണ്ടായ ഒരു മാറ്റത്തെ പറ്റി ഇവിടെ വിശദീകരിക്കുന്ന നവകേരള സദസ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന ഐഡിയ ഇന്ന യാത്രയിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം, സംസാരിച്ചായിട്ട് പറഞ്ഞാൽ അംഗീകരിക്കാം. അങ്ങനെ ഇല്ലാതിരിക്കുന്നിടത്തോളം ഞങ്ങൾക്ക് അതിനോട് എതിർത്ത് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അതായത് അരുൺ ഇനിയും സംസാരിക്കേണ്ടി വരും. നിജേഷിന് മനസ്സിലായാലും ഇല്ലെങ്കിലും നിജേഷ് ഈ ചർച്ചയിൽ ഒരു തരത്തിലും ഈ നവകേരള സദസ്സ് മനസ്സിലായിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. താങ്കൾ അത് നന്നായി മനസ്സിലാക്കിയ ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുന്നത്തുനാടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ അവസാനത്തെ യോഗവും കണ്ടയാളാണ്. അതുപോലെ എറണാകുളത്തെയും മറ്റുമൊക്കെ പ്രഭാത യോഗം കണ്ടിട്ടുണ്ടാവും. വലിയ തോതിൽ എനിക്കതിലൊരു അത്ഭുതമുണ്ട്. കാരണം പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നില, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എന്ന ചർച്ചയിലേക്ക് വരുമ്പോൾ ഒരു സർക്കാർ 40 ദിവസമായി ചെയ്ത ഒരു ആക്ടിവിറ്റിയെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി ഇങ്ങനെയാണോ മനസ്സിലാക്കേണ്ടതെന്നൊരു സംശയം എനിക്കുണ്ട്. മനസ്സിലാക്കി അതിനെ അതിനിശ്ചിതമായി വിമർശിക്കാം. നിങ്ങൾ ഈ ചെയ്തത്, നിങ്ങളുടെ ഈ ആശയം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സമീപനം, അതിന് പകരം അദ്ദേഹം ഒന്നും മനസ്സിലായില്ല എന്ന് ആവർത്തിക്കുകയാണ് ഈ ചർച്ചയിൽ. അരുണിന് അതുകൊണ്ട് തന്നെ ഇനിയും മറുപടി പറയേണ്ടി വരും, അദ്ദേഹത്തിനോട് മറുപടി പറയേണ്ടി വരും. ശരത്, ഇവിടെ ഈ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 9 തവണയാണ് ഇടതുപക്ഷം കേരളം ഭരിച്ചത്. ഏകദേശം 27.5 വർഷം കേരളം ഭരിച്ചു. 40 വർഷത്തിലധികം ഈ കേരളം ഭരിച്ചത് UDF ആണ്. ഈ രണ്ട് ഗവൺമെന്റും കേരളം ഭരിക്കുമ്പോൾ, അതായത് കേരളത്തിന്റെ ഉൽപ്പത്തിക്ക് ശേഷമുള്ള ചരിത്രത്തിൽ തുടങ്ങി വച്ച വികസന പ്രവർത്തനം ചിലപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ക്രോഡീകരണത്തിന്റെ കുറവായിരിക്കാം. ചിലപ്പോൾ ചില വകുപ്പിന്റെ അനുവാദം കിട്ടാത്തതായിരിക്കാം. എന്തു കാരണമായിക്കോട്ടെ, കേരളത്തിൽ തുടങ്ങി വച്ച വികസന പ്രവർത്തനങ്ങൾ കാലാനുസൃതമായി, കാലോചിതമായി പുതുക്കി അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് മേഖലാ യോഗങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിശോധിച്ചത്. അതിന്റെ ഭാഗമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇപ്പോൾ ഏകദേശം 5 ലക്ഷത്തോളം പരാതികളും പദ്ധതികളും നിർദ്ദേശങ്ങളും കിട്ടി. അതായത് കേരളത്തിന്റെ ജനത, 140 മണ്ഡലത്തിലെയും ജനത രാഷ്ട്രീയ ഭേദമന്യേ ഒഴുകിയെത്തി അവർക്കുള്ള നിർദ്ദേശങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം കൊടുക്കുകയാണ്. ഇവ ജില്ലാ അടിസ്ഥാനത്തിൽ 15 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുന്നു. സംസ്ഥാന അടിസ്ഥാനത്തിനുള്ളിൽ 45 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുന്നു. വിവിധ വകുപ്പുകളിലെല്ലാം പോകേണ്ടി വരുന്ന പരാതികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുമായി സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുക എന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഒരൊറ്റ സംസ്ഥാനത്തിനും സ്വപ്നം പോലും കാണാൻ കഴിയില്ല. അപ്പൊ തമിഴ്നാട് ഇതേ മോഡലിൽ അനുകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ വന്ന് നവകേരള സദസ്സിനെ കുറിച്ച് പഠിച്ചുപോയി. മറ്റു സംസ്ഥാനങ്ങളും അതേ പാതയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായി വികസന സ്റ്റാലിൻ അത് ചെയ്താൽ തമിഴ്നാട്ടിൽ നിങ്ങളും കോൺഗ്രസും പിന്തുണയ്ക്കില്ലേ? അരുൺ, തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ അത് ചെയ്താൽ CPI-യും കോൺഗ്രസും അതിനെ പിന്തുണയ്ക്കില്ലേ? അവിടെ കോൺഗ്രസിന് വിയോജിപ്പുണ്ടാവുമോ? പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കും. ഇല്ല, അതോടെ പിന്തുണയ്ക്കേണ്ടി വരുമല്ലോ. കാരണം എന്താ വെച്ചാൽ ഇത് സമാനതകളില്ലാത്ത ഒരു വികസന പ്രവർത്തനം, ചരിത്രത്തിൽ ഇടം തേടുന്ന ഒരു പുതിയ ഇടപെടൽ നടത്തുകയാണ്. ആ ഇടപെടൽ നടത്തുമ്പോൾ ഞങ്ങൾ അടിക്കും എന്ന് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഞാനത് ചോദിച്ചോട്ടെ, നിങ്ങൾ നവകേരള സദസ്സ് നടത്തിക്കോ, ഞങ്ങൾ വിചാരണ സദസ്സ് നടത്തി 140 മണ്ഡലങ്ങളിലും പോയി ഇതിന് മറുപടി പറയും എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്നാൽ 100 പേരെ ഒരുമിച്ചിരുത്തി ഒരു വിചാരണ സദസ്സ് നടത്താൻ
ഈ UDF സാധിച്ചോ? UDF തന്നെ പല ഘടകകക്ഷികളും അതിനോട് വിമുഖത കാണിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? നവകേരള സദസ്സുമായി സഹകരിക്കുന്നവരെ പുറത്താക്കും, സസ്പെൻഡ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ട് സസ്പെൻഡ് ചെയ്ത് സസ്പെൻഷൻ ഓർഡർ എഴുതി കൈ അഴച്ചതല്ലാതെ ഇന്നലെ വരെ നമ്മൾ കണ്ടു എത്രയോ പേരെ. ഇപ്പൊ തൃക്കാക്കരയിൽ ഇന്നലെ യോഗത്തിൽ പങ്കെടുത്തവരെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ജനം ഒഴുകിയെത്തുകയാണ്. ഇതൊരു പുതിയ പദ്ധതിയാണ്. നമുക്ക് നവകേരള നിർമ്മിതി എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തി ഒരു വികസിത രാജ്യത്തിന്റെ തലത്തിനേക്ക് അപ്പുറത്തേക്ക് ഈ കേരളത്തെ വികസിപ്പിക്കണം എന്നതാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതി ഒന്ന്, ഈ കേരളം രൂപീകരിക്കപ്പെട്ടതിന് മുമ്പേ മുതൽ ഏതു മഴ പെയ്താലും ഇവിടെ ചെല്ലാനത്തെ മുഴുവൻ വീടുകളിലും വെള്ളം കയറുമായിരുന്നു. ആ വീട്ടിലെ മുഴുവൻ സാധന സാമഗ്രികളും നശിച്ചു പോകുമായിരുന്നു. ഈ ഗവൺമെന്റ് അല്ലേ ആ ചെല്ലാനത്ത് ടെട്രോപാഡ് ഉപയോഗിച്ചുകൊണ്ട് കടൽ ഭിത്തി കെട്ടി ഒരൊറ്റ വീട്ടിലും വെള്ളം കയറാത്ത പുതിയ വികസന പ്രവർത്തനം നടപ്പാക്കി. ഇത് താലൂക്ക് മുതലുള്ള അദാലത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന പദ്ധതികൾ നടപ്പാക്കി ഏറ്റവും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോയി. ഇവിടെ പെട്രോ കെമിക്കൽ പാർക്ക് ഈ എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന പുതിയ വസ്തുക്കൾ ഇത്രയും വലിയ നിക്ഷേപം വരുന്ന ഒരു പദ്ധതി ഗിഫ്റ്റ് സിറ്റി ഈ എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഇപ്പൊ കൊച്ചി മെട്രോ 10 കോടി പേർ യാത്ര ചെയ്തു. ആ കൊച്ചി മെട്രോയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് തൃപ്പൂണിത്തുറയിലേക്ക് എത്തുകയാണ് ഫെബ്രുവരി മാസത്തിൽ. കാക്കനാടേക്കുള്ള പദ്ധതി ആരംഭിക്കുകയാണ്. ജലമെട്രോ UDF എതിർത്തതാണ്, UDF അതിൽ സഹകരിക്കാത്തതാണ്. 6 മാസം കൊണ്ട് എത്ര ലക്ഷക്കണക്കിന് ആളുകളല്ലേ യാത്ര ചെയ്തത്. അതുപോലെ തന്നെ AI ക്യാമറയും ജലപാതകളും സമാനതകളില്ലാത്ത UDF എതിർക്കുന്ന വികസന പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വാക്കുപാലിച്ച് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവർ പറയുന്നത് എന്താ? 3 മാസത്തെ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. 18 മാസം കുടിശ്ശിക വരുത്തി അന്ന് വെറും 600 രൂപയുണ്ടായിരുന്നത് വിതരണം ചെയ്യാതെ പോയവരാണ് പറയുന്നത് ഇവിടെ 3 മാസത്തെ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണെന്ന് പറയുന്നത്. ഒരാൾക്ക് പോലും പട്ടയം കൊടുക്കാത്തവരാണ് 3 ലക്ഷത്തോളം പേർക്ക് പട്ടയം കൊടുത്തപ്പോ ഇപ്പോ അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നത്. ഇവിടെ ശരത്ത് തന്നെ സൂചിപ്പിച്ചല്ലോ, ജനങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ കാണുന്ന ഒരു 1964 ഭൂപതിവ് പട്ടയം കൃഷിക്കും വീട് വെക്കാനും മാത്രമേ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അത് ഇഷ്ടപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇടുക്കിയിലെ മുഴുവൻ ജനങ്ങൾക്കും എറണാകുളം ജില്ലയിൽ ഭൂരിഭാഗം വരുന്ന മേഖലയിൽ മലയോര മേഖലയിലും പ്രയോജനം കിട്ടുന്ന പതിവ് പട്ടയം അത് അവതരിപ്പിച്ചപ്പോൾ UDF MLA-മാർ നിയമസഭയിൽ അതിനെ എതിർത്തില്ലേ? എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നതാണ്. അതുകൊണ്ട് മന്ത്രിസഭ ജനങ്ങളിലേക്ക് എത്തുന്നത് ജനങ്ങളുമായി സംവദിക്കാനാണ്, ആശയങ്ങൾ അങ്ങോട്ട് കൂടുതൽ മനസ്സിലാക്കാനാണ്, നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ്, ഭാവിയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, പൊതുവിദ്യാഭ്യാസ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ UDF-നോട് ആജീവനാന്ത പ്രതിപക്ഷമായി ഇരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു. വീണ്ടും ആജീവനാന്ത പ്രതിപക്ഷമായി UDF-ന് തുടരാനുള്ള സാഹചര്യം ഈ കേരളത്തിൽ UDF തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.